ഇനി എന്നാണ് ബാക്ക് ടു ദുബായ് ബ്രോ? ഡെലിവറി ഉണ്ട് ബാക്ക് ടു ദുബായ് ബ്രോ. അല്ല ഞാൻ പോയിട്ട് വീണ്ടും വരാം. വൈറ്റ് ഹോക്കും ഉണ്ട്, എവിടെയെങ്കിലും ഗ്രൂപ്പിലുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ കയറേണ്ടതാണെന്ന്. ഓ വൈറ്റ് ഹോക്ക് ഇവിടെ നിന്ന് ഡിപ്രഷൻ അടിച്ച് പോയോ? രഗുല് വെട്ടിയ അണ്ണന്റെ ചുണ്ണി 40 രൂപ എൻ്റെ അണ്ണൻ. ഇവന് വണ്ടിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി, പൈസയും കൊടുത്തു, ബട്ട് ഞാനത് എടുക്കാൻ പോലും പോയില്ല. ജീവിതം മൊത്തം മടുത്തിരിക്കുവോ അണ്ണാന്ന്. എടാ ആനന്ദേ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ. നിന്റെ വണ്ടിയുടെ പണി കഴിഞ്ഞ് നീ വണ്ടിയുടെ പൈസ കൊടുത്തു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇവിടെ ഒരു വണ്ടി വാങ്ങിക്കാനും ഒരു വണ്ടിയുടെ പൈസ കൊടുക്കാനും ഓരോരുത്തരൊക്കെ ഷോറൂമിൽ വണ്ടി കൊണ്ട് കൊടുത്തിട്ട് അത് ഇറക്കാൻ പോലും പൈസ ഇല്ലാതെ ഷോറൂമിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. നിനക്ക് അറ്റ്ലീസ്റ്റ് നിന്റെ ആ കാര്യങ്ങളെങ്കിലും നടക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം ആലോചിച്ചാൽ മതി ആനന്ദേ. നിനക്ക് എനിക്ക് സൂപ്പർ ചാറ്റ് തരാനും പൈസ ഉണ്ട്, എല്ലാം ഉണ്ട് നിനക്ക്. അപ്പൊ പൈസയുടെ ഒരു കുറവ് നിനക്കില്ല ആനന്ദേ. അതും കൊണ്ട് കിട്ടാവുന്ന സന്തോഷം ഈ ലോകത്ത് വേറൊന്നിനും കിട്ടൂല. ഈ മണി ക്യാൻ ബൈ ഹാപ്പിനെസ് എന്നൊക്കെ പറയുന്ന തിയറി ഉണ്ടാക്കിയവന്റെ അണ്ടി വെട്ടി കടലിലെറിയണം. മനസ്സിലായി? അങ്ങനെ ഒരു തിയറി ഇല്ല. അതുണ്ടേലേ സന്തോഷമുള്ളൂ, സമാധാനമുള്ളൂ, ഇതുള്ളൂ. അതിന് തരാൻ പറ്റുന്ന സന്തോഷം നിനക്ക് എന്തായാലും കിട്ടും. വേറെ ഞാനിപ്പോൾ പറയാണ്, വല്ല പേരൻസ് അങ്ങനത്തെയൊക്കെ സീൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കിട്ടാത്തത്. ബാക്കി എല്ലാം കിട്ടും. അതുകൊണ്ട് സന്തോഷത്തോടെ ചില്ലായിട്ടിരിക്കുക. മനസ്സിലായോ ആനന്ദേ? നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബോബിനെ വിളി. 5 മിനിറ്റ്. അതെ, നമ്മള് ഉപദേശം നന്നാക്കി തരാൻ തന്നെ. ഞാൻ സുന്ദരൻ, താങ്ക് യു സോ മച്ച് 20. ശബരീഷ് ബ്രോ താങ്ക് യു സോ മച്ച് 29. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ ഡാഡിയെ വിളിക്കാന്ന്. ഗൈസ് നിങ്ങൾക്ക് അറിയാത്തോണ്ട് LFODS ജോക്കർ ബ്രോയുടെ കോണ്ടാക്ട്സ്. അമ്മോ, ഞങ്ങളെ ഒരു ദിവസം പോലീസ് പിടിച്ച് വാഗമണ് വെച്ച് ഞങ്ങളെ ഒരു ദിവസം പോലീസ് പിടിച്ച്. എന്നിട്ട് പോലീസുകാർ എന്റെ വണ്ടിയുടെ നമ്പർ നോക്കിയിട്ട് എന്റെ ഫോണിലെ നമ്പർ എടുത്ത് എന്നെ വിളിച്ചിട്ട് അത് പറയണില്ല, ഇൻസിഡന്റ് പറയണില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ജോക്കർ ബ്രോ എടുത്ത് പറഞ്ഞു, ജോക്കർ ബ്രോ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് ഡീൽ ചെയ്ത് തരണമെന്ന്. അവിടുന്ന് സ്റ്റേഷനിലോട്ട് ഒരു 50 കോള് പോയി. 50 കോള് പോയിട്ട് ജോക്കർ ബ്രോ വിളിച്ചു പറഞ്ഞതിന് ശേഷം ഈ പോലീസുകാർ എന്നെ വിളിച്ചിട്ട് പറയുക, എടാ ഈ ഒരു ചെറിയ കാര്യത്തിന് എന്നെ ആരൊക്കെയാ വിളിക്കുന്നതെന്ന്. എന്നെ ആരൊക്കെയാ വിളിക്കണേന്ന് അവിടുന്ന്. എന്റെ പൊന്നോ, ഇങ്ങേറെ അപ്പം മരണമാസാണ് ഇങ്ങേറെ സീനാണ്. ഞാൻ ഇതായി പോയി, കിളി പോയി ഞങ്ങളുടെ. സത്യം പറഞ്ഞ അതൊരു ചെറിയ കാര്യമാണ്. വിതിരെ വന്നായിരുന്നു ബ്രോ. അണ്ണ എന്നെ വേണ്ടെന്ന്. ഇല്ലടാ ഞാൻ വെട്ടി എറിഞ്ഞത്, എന്നെ എന്തായാലും ഇനി തിരിച്ചു വേണ്ട. ഞാൻ സുന്ദരൻ 20 രൂപ. സൂപ്പർ. യദു ബ്രോ താങ്ക് യു സോ മച്ച് 30. അരുൺജിത് ബ്രോ താങ്ക് യു സോ മച്ച് 20 റുപ്പീസ്. ഏതാ റേഞ്ച് എന്ന്? അതെ. അപ്പൊ കേസ് എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ നിങ്ങളുടെ എല്ലായിടത്തും വന്ന് പറഞ്ഞിട്ട് കുറെ പേരടുത്ത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാത്തതുകൊണ്ട് ആർക്കും അറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ വന്ന് ലൈവ് ഇട്ടങ്ങ് പറയാമെന്ന് വിചാരിച്ച ഗൈസ്. ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ട്രിവാൻഡ്രം വീട് എന്നുള്ള കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ ജോലി എല്ലാ കാര്യങ്ങളും കൂടെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ പിന്നെ ആകെ പുറത്ത് പോകുന്നത് ഈ കോളേജസിലൊക്കെ ഇവൻസിന് കുറേ എന്നെ വിളിക്കുന്നുണ്ട്. അങ്ങനത്തെ ഇവൻസിന് മാത്രമാണ് തൽക്കാലം ഈ ഒരു മന്ത് എനിക്ക് പോകാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും നിങ്ങളൊരു 10 ദിവസത്തോടെ വെയിറ്റ് ചെയ്താൽ എനിക്കറിയാം ഗ്യാങ് RP ഭയങ്കര ഇതായിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് കളിച്ചു തുടങ്ങാൻ പറഞ്ഞത് ഗൈസ്. നിങ്ങൾ നിങ്ങൾക്ക് ആ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആ ഡിലേ വരരുത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവരുടെ അടുത്ത് കളിച്ചു തുടങ്ങാൻ പറഞ്ഞത്. ഞാൻ വരാൻ നോക്കിയിരുന്ന ഇതിൽ ഈ ഒരു മന്ത് നിങ്ങൾ എൻ്റെ ഓഡിയൻസ് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം. എനിക്കറിയാം ലൈക്ക് ഞാൻ ഇപ്പോഴും ലൈവ് ഇടുമ്പോൾ എനിക്കൊരു 10K ആൾക്കാർ എപ്പോഴും നമ്മുടെ ലൈവ് കാണാൻ വരാറുണ്ട്. അവരുടെ അടുത്ത് എനിക്ക് പറഞ്ഞാൽ മതി. ലൈക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് എനിക്കൊരു വ്യൂ അക്കൗണ്ട് അല്ലെങ്കിൽ വ്യൂ ഡ്രോപ്പ് എനിക്ക് കൺസേൺ ഉള്ള കാര്യമല്ല. നിങ്ങളുടെ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിൻലി വന്നത്. അപ്പം നിങ്ങൾ ഈ ഒരു മന്ത് എനിക്കൊരു ടൈം തരണം. കുറേ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ ലൈവിലൊരു കുഞ്ഞാവയും കൂടെ ഞാൻ കൊണ്ടുവരാം. അപ്പം ഞാൻ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ് സത്യം പറഞ്ഞാൽ. ടീഷർട്ട് ബിസിനസ് എന്തായി ബ്രോ? അതെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് നിർത്തിയേക്കും. ഇപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ അതിനൊരു വെയർ ഹൗസും കാര്യങ്ങളൊക്കെ പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ വീട്ടിൽ ഈ 2 ദിവസം മുമ്പാണ് ഒരാഴ്ചയായി 3 ഫേസ് കണക്ഷൻ കിട്ടിയിട്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഉടനെ തന്നെ ഉണ്ടാവും. അണ്ണാ അങ്ങനെ പറയല്ലേ അണ്ണാ, ഈ കടലിൽ ഞാൻ ഒറ്റയ്ക്കാണെന്നോ? നീ കടലിൽ കിടന്നാൽ മതി. അല്ലു താങ്ക് യു സോ മച്ച് 40. റാസിയ താങ്ക് യു സോ മച്ച് 7. താങ്ക് യു. ദുബായ് വന്നാൽ മീറ്റാക്കാൻ പറ്റിയൊരു ഫാനാണ്. അയ്യോ ബ്രോ, ദുബായ് വന്നിട്ട് ഉറപ്പായിട്ടും കാണാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ അതെ എല്ലാവർക്കും ഞാനാണെങ്കിലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എൻ്റെ ആദ്യത്തെ കല്യാണമല്ലേ? അയ്യോ ആദ്യത്തെ കുഞ്ഞുവാവയല്ലേ? അണ്ണ ചേച്ചി ഹാപ്പിയാണോ? ചേച്ചി ഹാപ്പിയാണ്. അരുൺജിത് ബ്രോ ഹാപ്പിയാണ്. അണ്ണ സുഖമല്ലേ? സുഖം. അന്നാ മരിയ താങ്ക് യു സോ മച്ച് $Canadian.
$1000 പെൻഡിങ് ആണ്. എന്നാ 1000 മൈൻക്രാഫ്റ്റ് സെർവർ സ്പോൺസർ ചെയ്യുമോ, മന്ത്ലി 500 പെട്ടിരിക്കുക ബ്രോ. എൻ്റെ കുഞ്ഞൊന്ന് വെളിയിലോട്ട് വന്നോട്ടെ. പാക്കേജ് പാക്ക് ചെയ്ത് അയച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലോട്ടൊന്ന് ഡെലിവേർഡ് ആയതിനു ശേഷം ഞാൻ പൈസ എന്തെങ്കിലും കാര്യം പറയാം. ബോബിന്റെ ലവ് സ്റ്റോറി അവന് പ്രേമമില്ല. അവന് പ്രേമമില്ല. എൻ്റെ അണ്ണന് പോലും എന്നെ വേണ്ടാതായിരുന്നു. വേണ്ടാത്തോണ്ടല്ലടാ നിന്നെ വെട്ടിക്കടലിൽ കളഞ്ഞത്. ഈഗിൾ ബ്രോ ജൂനിയർ വന്നിട്ട് ഞാൻ കാണാൻ വരുന്നുണ്ട്. കാണാൻ വരുമ്പോ വിപിൻ ദാസ് ബ്രോ കാണാൻ വരുമ്പോ കയ്യോടെ എന്തെങ്കിലും കൊണ്ടുവരണം. സത്യം പറഞ്ഞോണ്ടല്ലോടാ, ഞാൻ ഈ ഇടയ്ക്ക് ഗൈസ് നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ കാണാൻ വീട്ടിലോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഗൈസ് നിങ്ങളെല്ലാവരും കേട്ടോ, നിങ്ങളെല്ലാവരും വീട്ടിലോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാനിപ്പം ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ ഉണ്ടെന്നുള്ളൂ, കുഞ്ഞുങ്ങൾക്ക് നമുക്ക് ചെറുപ്പം തൊട്ടേ ഈ നമുക്ക് PS5 PS6 PS5 പ്രോയും ഒക്കെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കൊച്ചില് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ഒരു ഗെയിമിംഗ് ഇത് ബിൽഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞാൻ ഇങ്ങനെ വായിച്ചപ്പോ ഇപ്പൊ പുതിയത് വരുമ്പോ പുതിയ അഡ്വാൻസ് കാർഡ്, നല്ല നല്ല കീബോർഡ്സ്, മൗസ്, ഇതൊക്കെ ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് കരയുന്ന സമയത്ത് നമ്മള് ഒരു നല്ല മൗസ് ഒക്കെ എടുത്ത് കൈ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കരച്ചിലൊക്കെ മാറും. അപ്പൊ അന്നേരം നിങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അതിനനുസരിച്ചുള്ള ഗിഫ്റ്റുകളായിട്ട് വരണം, മനസ്സിലായോ? ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോ കുഞ്ഞിനൊരു 50-90 കൊണ്ട് നേരെ കുഞ്ഞിനാന്ന് പറഞ്ഞ് കൊണ്ടുവന്ന ഞാൻ ഉറപ്പായിട്ടും സ്വീകരിക്കും. ഞാൻ നോ പറഞ്ഞ് നിങ്ങളെ ആക്ഷേപിക്കും ഒരു പരിപാടി അത് ചെയ്യത്തില്ല, ഉറപ്പായിട്ടും ചെയ്യത്തില്ല. കുഞ്ഞിന് വേണ്ടിയല്ല. പക്ഷെ മറ്റേ പുണ്ടച്ചയെ കൊണ്ട് ഞാൻ മേടിപ്പിക്കും. ആരെയാ? ബാബുശേട്ടനാ? അവനെ കൊണ്ട് ഞാൻ PS6 മേടിപ്പിക്കും. ബാബുശേട്ടൻ കൊച്ചിനെ മിമിക്രി ചെയ്ത് പറഞ്ഞല്ലേ? അതെ, ഞാൻ ആദ്യം ഉണ്ടല്ലോ, ഞാൻ ഇങ്ങനെ കുഞ്ഞിന്റെ വീട്ടിൽ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ അമ്മ എന്നൊന്നും അല്ല, PS6 ചെവിയിലൊരാത്ത പറഞ്ഞത് ചെവിയില് ബാക്കിയുള്ളവരടുത്തൊക്കെ പേര് പറയാം, ബാക്കിയുള്ളവരടുത്തൊക്കെ പേര് പറയാം. പക്ഷെ കൊച്ചിന്റെ ചെവിയില് ഇങ്ങനെ PS6 വീട്ടിലും PS6 അങ്ങനെ പറയാം. അങ്ങനെ വീട്ടില് അവനൊന്ന് വായിന്ന് ആദ്യം അത് വരാൻ അവനോ അവളോ വായിന്ന് എന്തോ വരുന്നതെന്ന് വെച്ചാൽ അത് PS6 ഒന്നായിരിക്കണം. അത് പറഞ്ഞു മേടിപ്പിക്കും. എന്നാ സെൽഫ് കോൺഫിഡൻസ് ആയിട്ട് 300K അടിക്കാനായി. അത്രേ ഉള്ളൂ ഡോക്ടർ സ്കിഡ് മൈൽ ബ്രോ. താങ്ക് യു സോ മച്ച്.